കൂടി എനിക്ക് അതിൻ്റെ ആ ഒരു വിശദീകരണത്തിനുള്ള അവരുടെ അഭിപ്രായം കൂടി കേൾക്കണം. ശ്രീ രഘുനാഥൻ നായർ, ഇവിടെ ഏറ്റവും ഒടുവിൽ ഇറാൻ പറഞ്ഞത്, ഇന്നലെ നമുക്കറിയാം യൂറോപ്യൻ യൂണിയനുമായി ചർച്ച നടന്നു. അവർ ഒരു സമാധാനം അല്ലെങ്കിൽ ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിക്കണമെന്ന് കരുതി. പക്ഷേ ഇറാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല. അതായത് നമുക്കറിയാം വലിയ യുദ്ധങ്ങൾ ചെയ്ത് പാരമ്പര്യമുള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്നുള്ളത്. ഇസ്രായേൽ ആദ്യം വെടിനിർത്തേണ്ടി വരും, തങ്ങൾ സമാധാനത്തിലേക്ക് വരാൻ ഇറാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡിപ്ലോമാറ്റിക് മൂവ്മെൻറ്റ് അതുമായി ബന്ധപ്പെട്ട് കാര്യമായി തന്നെ നടക്കണം. അത് സംഭവിക്കുന്നുമില്ല. കാരണം ലോകരാജ്യങ്ങൾ ഇപ്പോൾ ചൈനയും റഷ്യയും ഒക്കെ ഇറാന് പിന്തുണ പ്രഖ്യാപിച്ച പശ്ചാത്തലമുണ്ട്. മറുഭാഗത്ത് പരോക്ഷമായെങ്കിലും പിന്തുണ, അമേരിക്കയുടെ പിന്തുണ ഇപ്പോൾ ഇസ്രായേലിനടക്കം ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഒരു കൃത്യമായ ഒരു സമാധാന ശ്രമം ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇത് എങ്ങനെ അവസാനിക്കും എന്നുള്ളതൊരു പ്രധാന പ്രശ്നമാണല്ലോ. ഇവിടെ ഇസ്രായേലിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇറാന്റെ കാര്യത്തിലും വെളിയിൽ നിന്നുള്ള പിന്തുണ നല്ലപോലെ ഉണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, ഇസ്രായേൽ തീർച്ചയായിട്ടും ഇത് പ്രതീക്ഷിച്ചില്ല എന്ന് പറയുന്നതിൽ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ന് ഈ ലോകത്തിലെ ഏറ്റവും നല്ല ഇന്റലിജൻസ് നെറ്റ്വർക്ക് ഉള്ള ഒരു രാജ്യം തീർച്ചയായിട്ടും മൊസാദ് തന്നെയാണല്ലോ, ഇസ്രായേലാണ്. ആദ്യം ഇസ്രായേല് ഇറാനിലേക്ക് ഒരു ചെറിയ ഇവര് ഹമാസുമായിട്ട് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇറാൻ 100-200 മിസൈലുകൾ ഒന്നിച്ച് ഇസ്രായേലിലേക്ക് വിട്ടു. അതിന് ഇസ്രായേൽ പ്രത്യാക്രമണവും നടത്തി. നടത്തിയതിൽ ഇറാന്റെ എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ എത്രത്തോളം ശക്തമാണെന്നുള്ളതും ഇറാൻ ഇങ്ങോട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതും ഇസ്രായേലിന് അറിയാം. എന്ന് മാത്രമല്ല, ഇറാന്റെ കയ്യിൽ എത്ര മിസൈലുകൾ ഉണ്ട് എന്നുള്ളത്. കാരണം ഇറാൻ ഒരിക്കലും ഒരു വിമാനത്തിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വാറല്ല ഉദ്ദേശിക്കുന്നത്. അവരുടെ അത്രയും നല്ല വിമാനങ്ങളൊന്നും ഇല്ല എന്നുള്ളത് അമേരിക്ക പണ്ട് കാലത്ത് 79-ന് മുമ്പ് അമേരിക്ക കൊടുത്ത കുറെ F-14 വിമാനങ്ങളും കുറച്ച് MiG-29 വിമാനങ്ങളും അതുപോലെ തന്നെ സുഖോയി 35 വിമാനങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു. ഏതായാലും അങ്ങനെ ഒരു ചെറിയൊരു വിമാനശേഷി ഉള്ളവർക്ക് അവരുടെ പവർ മുഴുവൻ മിസൈലിലാണ്. ഇസ്രായേലിനറിയാം, ഇറാന് തന്നെ അറിയില്ല അവരിൽ എത്ര മിസൈൽ ഉണ്ടെന്നുള്ളത്. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങിയത്. ഇസ്രായേൽ ഇറങ്ങിയതല്ല, ഇസ്രായേലിനെ വലിച്ചഴച്ചതാണ് എന്ന് പറയണം. കാരണം ഇപ്പൊ ലോകം മുഴുവൻ നടക്കുന്ന പ്രോക്സി വാറാണ്. അധികം കാട് കയറുന്നില്ല, നേരിട്ട് പറയാം. വർഷങ്ങളായിട്ട് ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറാൻ ഇസ്രായേലുമായിട്ട് പ്രശ്നമുണ്ട്, സൗദി അറേബ്യയുമായിട്ട് പ്രശ്നമുണ്ട്, ആരൊക്കെയായിട്ട് പ്രശ്നമുണ്ടോ അവരെല്ലാമായിട്ടും ഇറാൻ നടത്തുന്ന പ്രോക്സി വാറാണ്. ഹി ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തികൾ, ഈ 3 പേരെ ഉപയോഗിച്ചിട്ട് വേണ്ട സമയത്ത് ഇസ്രായേലിനെതിരെയും സൗദി അറേബ്യക്കെതിരെയും ഒരു ആക്രമണം നടത്തുകയാണ്. അപ്പൊ അതിനൊരു കൗണ്ടർ അറ്റാക്ക് ഉണ്ടാക്കഴിഞ്ഞാൽ ഒന്ന് യമനിലോട്ട് വരും, അല്ലാന്നുണ്ടെങ്കിൽ ഇസ്രായേൽ കൗണ്ടർ അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇറാനിലേക്ക് ആരും കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്നില്ല. അങ്ങനെ സേഫായിട്ട് നിന്നുകൊണ്ട് വല്ലവന്റെ തോളത്ത് നിന്ന് വെടിവെക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇറാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇസ്രായേൽ അതിന് പൊറുതി മുട്ടിയിരിക്കുമായിരുന്നു. അത് ഒരു വശം. ഇറാന്റെ ആണവം എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അപ്പൊ ഇസ്രായേലിന് ജീവിച്ചേ പറ്റുള്ളൂ. ഈ പ്രോക്സി വാർ നിർത്തണമെന്നുണ്ടെങ്കിൽ അത് വളരെ കൃത്യമായിട്ട് അന്ന് ഒക്ടോബറിലെ ഇസ്രായേലിന്റെ ആക്രമണം തുടങ്ങിയപ്പോഴേ അറിയായിരുന്നു. ആദ്യമായിട്ട് അവർ ഹമാസിന്റെ പുറകെ പോകുന്നു. ഹമാസിനെ ഏതാണ്ട് ഒരു വഴിക്ക് ആക്കി കഴിഞ്ഞപ്പോൾ ഹിസ്ബുള്ളയുടെ പുറകെ പോകുന്നു. അതിന്റെ കൂടെ തന്നെ ഹൂത്തികളുടെ പുറകെ പോകുന്നു. അപ്പൊ ഈ പ്രോക്സികളെ പരമാവധി ഇല്ലാതെയാക്കുക. പിന്നെ ട്രംപ് വന്നതിന് ശേഷം ട്രംപിന്റെ ഇടപെടലും ഒക്കെ ഉണ്ടായിരുന്നു അവരെ സൈലൻസ് ചെയ്യാനായിട്ട്. അതിനുശേഷമാണ് ഇസ്രായേൽ തീരുമാനിക്കുന്നത് ഇറാനെ ആക്രമിക്കാനായിട്ട്. ഇത് ഓൾറെഡി പ്രീ പ്ലാൻഡ് ആണ്. കാരണം ഇസ്രായേലിന് സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറാൻ ഇങ്ങനെ ചെയ്യുന്നിടത്തോളം കാലം, ഈ പ്രോക്സി ചെയ്യുന്നിടത്തോളം കാലം ഇസ്രായേലിന് സർവൈവ് ചെയ്യാൻ പറ്റില്ല, ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവർക്കറിയാം. അപ്പൊ ഇത് പ്ലാൻഡ് ആണ്. ആ സമയത്താണ് ഇറാൻ ഒരു ന്യൂക്ലിയർ ബോംബ് ഡെവലപ്പ് ചെയ്യുന്നത്. കാരണം അവർ കൃത്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്, 24 മണിക്കൂറിനകത്ത് ഒരു ബോംബ് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ളത് ഖാംനെയി പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് വളരെ ക്ലിയർ ആണ്. അപ്പൊ ഇതിന്റെ ന്യൂക്ലിയർ പവർ ഇല്ലാതെയാക്കുക, ഇറാന്റെ കൊണ്ടുള്ള ശല്യം ഇല്ലാതാക്കുക എന്നുള്ളത് വളരെ കൃത്യമായ ഒരു അജണ്ടയായിരുന്നു. ഇനി ഇവിടെ തങ്ങളുടെ ചോദ്യം എന്തായിരുന്നു? ഞാൻ കുറച്ചൊന്ന് ഡീവിയേറ്റ് ചെയ്തു പോയി. അല്ല, അമേരിക്കയുടെ കൃത്യമായ ഇടപെടലില്ലാതെ ഇതിൽ ഇത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിക്കും ഇസ്രായേലിനുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് ആ തരത്തിൽ തന്നെയാണോ എന്നുള്ളതാണ്. അത് അവർ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഇനിയും ഒരു ഡയറക്റ്റ് ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ളതും അവർ പ്രതീക്ഷിക്കുന്നുണ്ടാകുമല്ലോ. അമേരിക്കയുടെ ഒരു ഡയറക്റ്റ് ഇടപെടൽ എനിക്ക് പ്രതീക്ഷയില്ല. കാരണം അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പൊ റഷ്യയും ചൈനയും എല്ലാം വളരെ ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അമേരിക്ക മൂന്നാമൊരു രാഷ്ട്രം ഇതിനകത്ത് ഇടപെടണ്ടെന്നുള്ളത്. പിന്നെ സൗത്ത് കൊറിയയും കൂടെ നോർത്ത് കൊറിയയും കൂടെ ഇതിനകത്തങ്ങനെ വലിഞ്ഞു കയറി കഴിഞ്ഞാൽ യുദ്ധത്തിന്റെ ലക്ഷണവും സ്വഭാവം അങ്ങ് മാറുന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടുവന്നത് തന്നെയായിരുന്നു. ചൈന കണ്ടമാനം ആയുധങ്ങൾ ഇസ്രായേലിന് സപ്ലൈ ചെയ്യുന്നുണ്ട്, റഷ്യ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇന്ന് ഇറാന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ മിലിറ്ററി ഹെഡിന്റെ ആണെന്ന് തോന്നുന്നു, ഇപ്പോഴത്തെ മിലിറ്ററി ഹെഡ് മാറുന്നതുകൊണ്ട്
പേര് ഓർക്കുന്നില്ല. ഉം. അതായത് ഞങ്ങളുടെ ന്യൂക്ലിയർ സ്റ്റോക്ക് പൈൽ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ഇസ്രായേൽ ബോംബിട്ടെടുത്തു എന്നല്ല, ഞങ്ങൾ നേരത്തെ തന്നെ അത് മാറ്റിക്കഴിഞ്ഞു, സുരക്ഷിതമായ ഭാഗത്തേക്ക് മാറ്റിക്കഴിഞ്ഞു എന്ന് പറയുന്നു. അപ്പൊ ഇസ്രായേലിന് മാത്രമല്ല സപ്പോർട്ട്. ഇവിടെ നമ്മളെ കൂട്ടി വായിക്കേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് ചൈനയിൽ നിന്നും ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ, ബോയിങ് വിമാനങ്ങൾ, കാർഗോ വിമാനങ്ങൾ ഇറാനിലേക്ക് 2-3 വന്നതായിട്ടുള്ള വിവരങ്ങളുണ്ട്. ഫ്ലൈറ്റ് ട്രാക്കർ വെച്ചിട്ടൊക്കെ അവർ ഡീവിയേറ്റ് ചെയ്ത് ഇറാനിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പറഞ്ഞു മിസൈൽ നിർമ്മിക്കാനുള്ള മെറ്റീരിയൽസ് കൊണ്ടിരുന്നതാണ്, അതുപോലെ തന്നെ അല്ലെങ്കിൽ മിസൈൽ തന്നെ കൊണ്ടിരുന്നതായിരിക്കും, ഡ്രോണുകൾ കൊണ്ടിരുന്നതാണ്, ഇങ്ങനെ ചൈന സപ്ലൈ ചെയ്യുന്നതാണ്, എന്നിട്ട് തിരിച്ച് കാലിയായിട്ട് പോകുന്നു എന്നുള്ള ഒരു ധാരണയായിരുന്നു. പക്ഷെ ഇന്ന് ഇറാന്റെ ഭാഗത്തു നിന്ന് തന്നെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ അവരുടെ ന്യൂക്ലിയർ സ്റ്റോക്ക് പൈൽ മുഴുവൻ ചൈനയിലേക്ക് ഷിഫ്റ്റ് ചെയ്തോ എന്ന് നമുക്ക് ബലമായിട്ട് സംശയിക്കാം. ഏതായാലും അസിസ്റ്റൻസും സപ്പോർട്ടും നാനാഭാഗത്തു നിന്നും വരുന്നുണ്ട്. ഇറാന്റെ മിസൈൽ സ്റ്റോക്ക് പൈലിന്റെ പുറകെ തന്നെ ചൈനയിലും വരുന്നുണ്ട്, ഉത്തര കൊറിയയിൽ നിന്ന് തീർച്ചയായിട്ടും വരുന്നുണ്ടാവാം. ഇസ്രായേലിന് അമേരിക്കയിൽ നിന്ന് ധാരാളമായിട്ട് ആയുധങ്ങൾ കിട്ടുന്നുണ്ട്. അമേരിക്ക നേരിട്ടൊരു ഇടപെടൽ നടത്താനുള്ള സാധ്യത കുറവാണ്. ഇവിടെ ഇസ്രായേൽ ഡെസ്പറേറ്റ് ആയിട്ട് എന്താണ് അമേരിക്കയുടെ സപ്പോർട്ട് ആവശ്യപ്പെടുന്നത്. ഇസ്രായേൽ അന്നും ഇന്നും പറയുന്നുണ്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് ഈ വാർ നടത്തിക്കോളാം, ഞങ്ങൾക്ക് ആരുടെ സപ്പോർട്ട് വേണ്ട, ഞങ്ങൾക്ക് അതിനുള്ള ശക്തിയുണ്ട് എന്ന് പറയുന്നുണ്ട്. അമേരിക്കയുടെ സഹായം പ്രതീക്ഷിച്ചിട്ടല്ല ഇതിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. കാരണം ഈ ജിയോ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് അമേരിക്കയ്ക്കും അറിയാം, ഇസ്രായേലിനും അറിയാം. അമേരിക്ക ഇടപെട്ട് കഴിഞ്ഞാൽ റഷ്യ ഇതിനകത്ത് ചാടി വീഴും, ചൈന ചാടി വീഴും എന്നുള്ളതൊക്കെ അറിയാം. ഇവിടെ ഇപ്പൊ ഇസ്രായേലിന് ഡെസ്പറേറ്റ് ആയിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാന്റെ ആ ഒരു ഫോർഡൌലെ ആ ഒരു മലകളിൽ ഉള്ള ന്യൂക്ലിയർ സ്റ്റോക്ക് പൈലും അവിടുത്തെ ന്യൂക്ലിയർ പ്രോസസ്സിംഗ് സെന്ററും എല്ലാം നശിപ്പിക്കണം എന്നുള്ളതാണ് ഇസ്രായേലിന്റെ ഒരു ആവശ്യം. അതിനു വേണ്ടിയിട്ട് അമേരിക്കയുടെ കയ്യിൽ നിന്ന് GBU-57 ബോംബുകളും അതിനെ ബോംബുകളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് B-2 ബോംബറുകളും വേണം. B-2 ബോംബർ അമേരിക്കയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ, ഇസ്രായേലിന് പോലും B-2 ബോംബർ കൊടുത്തിട്ടില്ല. പക്ഷെ വളരെ കൃത്യമായിട്ട് ഒരു അനാലിസിസ് വെച്ചിട്ടുകൊണ്ട് ഞാൻ പറയാം, ഈ ഫോർഡോ ഹില്ലുകളെ സമ്പൂർണ്ണമായിട്ടും അല്ലെ ഇറാന്റെ ഈ ആണവശേഷി സമ്പൂർണ്ണമായിട്ടും നശിപ്പിക്കുക എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ GBU-57 B-2 ബോംബർ വെച്ച് ഉപയോഗിച്ചാൽ പോലും ഏതാണ്ട് അസാധ്യമാണ് എന്ന് പറയണം. അതിന് സമയമുണ്ടെങ്കിൽ അതിന്റെ റീസൺസ് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. പക്ഷെ ഇത് ഒരു കാരണവശാലും നടക്കാൻ പോകുന്ന കാര്യമല്ല. അപ്പൊ ഇസ്രായേലിനെ പൂർണ്ണമായിട്ട് അമേരിക്കയുടെ ഡയറക്റ്റ് പിന്തുണ ആവശ്യമില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. കാരണം അത് അവർ പ്രതീക്ഷിക്കുന്നുമില്ല. ഈ വാർ മുന്നോട്ട് പോകും, ആർക്ക് കൂടുതൽ ആരും ജയിക്കുന്നില്ല, യുദ്ധത്തിൽ ആരും ജയിക്കുന്നില്ല, എല്ലാവർക്കും നഷ്ടങ്ങളെ ഉണ്ടാകുന്നുള്ളൂ, ആർക്കും ലാഭം ഉണ്ടാകുന്നില്ല ഒരു യുദ്ധം കൊണ്ട്. പിന്നെ ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്തോ ഇല്ലയോ എന്നുള്ളതാണ്. അവിടെ ഈ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ഉള്ളിടത്തോളം കാലം ഇത് പഴയ ഇറാൻ ഇറാഖ് വാർ പോലെ തന്നെ വർഷങ്ങൾ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് എവിടെ ആയിത്തീരും, എന്തൊക്കെ ആയിത്തീരും എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. തീർച്ചയായും തിരിച്ചു വരാം. ശ്രീ സ്റ്റീഫൻ, അദ്ദേഹം ഇസ്രായേലിലുണ്ട്. സ്റ്റീഫൻ എവിടെയാണ് ഇപ്പോൾ ഉള്ളത്? നമുക്ക് ദൃശ്യങ്ങളൊക്കെ കഴിഞ്ഞ 2 ദിവസമായി കാണുന്ന ദൃശ്യങ്ങളിലൊക്കെ വ്യാപകമായ നഷ്ടങ്ങൾ, സ്റ്റീഫനും എനിക്ക് ദൃശ്യങ്ങളൊക്കെ അയച്ചു തരുന്നുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൽ? രഞ്ജിത്ത്, ഇപ്പം പറയുകയാണെങ്കിൽ സാധാരണഗതിയിൽ തന്നെയാണ് ഇവിടെ പോകുന്നത്. നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ കാഷ്വാലിറ്റി ഒന്നുമില്ല. അതിപ്പോ നോർമലി നടക്കുന്നതാണ്. ഇപ്പം ഈ ഹൈഫ ആയിക്കോട്ടെ, ടെലവീവ് ആയിക്കോട്ടെ, അവിടുത്തെ ബിൽഡിങ്ങുകളിലൊക്കെ ബോംബ് വീഴാറുണ്ട്. പക്ഷെ ഇപ്പം ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അതുമായിട്ട് അങ്ങ് പൊരുത്തപ്പെട്ടിട്ടുണ്ട്. കാര്യം ഇപ്പൊ എല്ലാവരും അപ്പോൾ തന്നെ പ്രിക്കോഷൻസ് എടുക്കുന്നത് കൊണ്ട് വലിയ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം അതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ. കാര്യം എല്ലാം സാധാരണ നിലയിലേക്ക് തന്നെയാണ് പോകുന്നത്. ആർക്കും ഈ ഒരു യുദ്ധത്തിന്റെ ഒരു ഭയമോ ഭീതിയോ നിലവിൽ ആർക്കും ഇപ്പൊ ഇല്ല. കാര്യം ഇത്രയും ദിവസത്തെ കാര്യങ്ങളെല്ലാം ഫേസ് ചെയ്തിട്ട് എല്ലാവരും അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അവരുടെ ലൈഫിന്റെ ഒരു പാർട്ടായിട്ട് തന്നെയാണ് ഇപ്പൊ കൊണ്ടുപോകുന്നത്. പിന്നെ നമ്മളിപ്പോ ആകെ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് അനാവശ്യമായിട്ടുള്ള മീഡിയാസ് ന്യൂസ് ആണ് ഇപ്പം ഈ പറഞ്ഞ മിസൈൽ ആക്രമണത്തിനെ കാട്ടി നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ട്. കാര്യം ഇവിടെ നിന്ന് എല്ലാവരെയും നിർബന്ധിതപൂർവ്വമായിട്ട് ഇവാക്യുവേറ്റ് ചെയ്യുന്നു എന്നൊക്കെയുള്ള ന്യൂസുകൾ വരുന്നു. പിന്നെ ഇവിടെ ഇസ്രായേലിൽ നിന്ന് കത്തുന്നു എന്നൊക്കെ. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഇല്ല നിലവില്. ഇപ്പം ഈ പറഞ്ഞില്ലേ, ഇപ്പൊ എല്ലാവരും ഇവിടെ നമുക്ക് അടിയന്തരമായിട്ടുള്ള ഈ പറഞ്ഞ സന്ദേശങ്ങളെല്ലാം വരുന്നുണ്ട്. നമ്മൾ അതനുസരിച്ച് വളരെ പ്രിക്കോഷൻ എടുക്കുന്നുണ്ട്. എല്ലാവരും ബങ്കറിലേക്ക് പോകുന്നുണ്ട്. അതിന്റെ ഇമ്പാക്ട് തീരുമ്പോൾ നമ്മൾ തിരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കിപ്പോ നിലവിൽ ഇവിടെ ഒരു പ്രശ്നം ഇല്ല.